ധൃതരാഷ്ട്രന്റെ അന്ത്യം. വിതുരൻ ഹസ്തിനപുരത്ത് വേണ്ടുവോളം ദിവസം താമസിച്ചു. കാലം വ്യർത്ഥമായി പോകുന്നത് കണ്ട് അദ്ദേഹം കാര്യനിർവഹണത്തിൽ ഇനിയും താമസിക്കേണ്ടതില്ലെന്ന് നിശ്ചയിച്ചു. അവിടെ എന്തിനായിട്ട് വന്നുവോ അത് നടത്തുക തന്നെ വേണമല്ലോ. ഒരു ദിവസം വിതുരൻ ധൃതരാഷ്ട്രനോട് ഇപ്രകാരം പറഞ്ഞു: എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ, മുമ്പൊക്കെ ഞാൻ പറയാറുള്ളതൊന്നും അങ്ങൊരിക്കലും ശ്രദ്ധിച്ചിട്ടില്ല. ഇത്തവണ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. പ്രഭു, ഈ നഗരം വിട്ട് കാട് പോകുക. ഇവിടെയുള്ള സുഖഭോഗങ്ങൾ ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുക. കാഴ്ചയില്ലാത്ത തൻ്റെ നയനങ്ങൾ വിതുരന്റെ നേരെ തിരിച്ച് ധൃതരാഷ്ട്രർ ഇപ്രകാരം ചോദിച്ചു: നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ദുർബലാവസ്ഥയിൽ സഹായത്തിനാരുമില്ലാതെ എൻ്റെ പ്രായാധിക്യത്തിൽ ഞാൻ എന്തിനാണ് കാട്ടിൽ പോകുന്നത്? നിന്റെ ഈ അഭിപ്രായ പ്രകടനത്തിൽ സാരമായ ഒരു ഉദ്ദേശം കാണുമെന്ന് എനിക്കറിയാം. എന്തിനാണ് എന്നോട് പോകാൻ പറയുന്നത്? വിതുരൻ മൃദുവായും പ്രേരണാരൂപത്തിലും ഇപ്രകാരം പറഞ്ഞു: ജ്യേഷ്ഠ, ഭയപ്പെടേണ്ടതായ കാലം നമുക്കടുത്തു വന്നിരിക്കുന്നു. അതിനെ തടുക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. മുഖസ്ഥിതി കണ്ട് അതിനെ പ്രേരിപ്പിച്ചു മടക്കാനും ആവുന്നതല്ല. മരണമടുക്കുമ്പോൾ അങ്ങേക്ക് പ്രിയപ്പെട്ട ഈ പ്രാണൻ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. അപ്പോൾ പ്രിയതരമായിട്ടുള്ള മറ്റു കാര്യങ്ങളെപ്പറ്റി എന്തു പറയാനാണ്? ധനം, സ്വജനങ്ങൾ, അധികാരശക്തി ഇവയ്ക്കെല്ലാം മരണസമയത്ത് എന്തു ചെയ്യാൻ കഴിയും? കുടുംബസംബന്ധമായ ചില സത്യാവസ്ഥകൾ ഞാൻ നിഷ്പക്ഷമായി പറയട്ടെ. അങ്ങയുടെ സ്വന്തമെന്ന് പറയത്തക്ക ഒരാളും അങ്ങേക്കില്ല. അച്ഛൻ, സഹോദരൻ, സ്നേഹിതന്മാർ, മക്കൾ ഇവരെല്ലാം എന്നേക്കുമായി മറഞ്ഞു പോയി കഴിഞ്ഞു. അങ്ങയുടെ ശരീരത്തെയാണെങ്കിൽ ജരാനര വന്ന് മുക്കാലും ഭക്ഷിച്ചു കഴിഞ്ഞു. താമസിക്കുന്ന ഈ വീടിന്റെ കാര്യം തന്നെ ആലോചിക്കൂ. അതുകൂടി അങ്ങയുടേതല്ല. അങ്ങയുടെ പുത്രന്മാർ ഭീമനാൽ കൊല്ലപ്പെട്ടു. ആ ഭീമൻ തരുന്ന ചോറാണ് അങ്ങ് ഭുജിക്കുന്നത്. ഈ ദയനീയ സ്ഥിതിയിൽ കഴിയാനാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായും ജീവിതം അങ്ങയ്ക്ക് പ്രിയം തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ, അങ്ങയുടെ ഈ ജീവിതമുണ്ടല്ലോ, അത് ശിക്ഷ അനുഭവിക്കാൻ വേണ്ടി അങ്ങേക്ക് അനുവദിക്കപ്പെട്ടതാണ്. അങ്ങ് ആ പാണ്ഡവരെ അരക്കില്ലത്തിലിട്ട് കൊല്ലാൻ ശ്രമിച്ചു. ഭക്ഷണത്തിൽ വിഷം കലർത്തി ഭീമനെ കൊല്ലാൻ നോക്കി. സഭയിൽ വെച്ച് അവരെയും അവരുടെ രാജ്ഞിയെയും അപമാനിച്ചു. അവരുടെ രാജ്യവും ധനവും അപഹരിച്ചു. ഇത്രയൊക്കെയായിട്ടും അങ്ങയ്ക്ക് ഈ ജീവിതം അവർ അനുവദിച്ചു. ജ്യേഷ്ഠ, ഈ അപഖ്യാതിയിൽ ഇങ്ങനെ ജീവിച്ചിട്ട് എന്തു പ്രയോജനമാണ്? ഈ ജീവിതവും ഈ സുഖവും ഉപേക്ഷിക്കുവാൻ അങ്ങ് തയ്യാറായില്ലെങ്കിൽ തന്നെ മരണം അങ്ങയെ വിടില്ലെന്ന് തീർച്ചയാണ്. അങ്ങയ്ക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ജീർണിച്ച വസ്ത്രം പോലെ അങ്ങയുടെ ശരീരം വാർദ്ധക്യം പ്രാപിച്ച് കേടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തത്വങ്ങളൊക്കെ ഒരു നിമിഷമെങ്കിലും ഒന്ന് ചിന്തിക്കൂ. ഒരു മാറ്റത്തിന് ധൈര്യപ്പെടൂ. ഏതൊരുവൻ സ്വന്തം ധനത്തെയും സ്വജനത്തെയും പുത്രന്മാരെയും കുടുംബത്തെയും ഉപേക്ഷിച്ച് ഏകാഗിയായി വനവാസം ചെയ്ത് സ്വദേഹം വെടിയുന്നുവോ അവനാണ് ധീരൻ. ഈ വൈരാഗ്യം ഒരുവന് സ്വയമേവ സിദ്ധിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപദേശിച്ചിട്ടുമാവാം. ഈ മാർഗം സ്വീകരിക്കാൻ മനോധൈര്യമുള്ളവനായി ഭഗവത് ചിന്തയാൽ ശേഷിച്ച ആയുസ് കഴിക്കുന്നവൻ മനുഷ്യരിൽ ഉത്തമനാകുന്നു. ചെറുപ്പത്തിൽ ധൈര്യം കാണിക്കാൻ എളുപ്പമാണ്. മരണം മണത്തറിഞ്ഞ് ഒരു ദുഃഖവും കൂടാതെ അതിനെ നേരിടുന്നവനാണ് ധീരൻ. ഈ ദുഃഖഭൂയിഷ്ടമായ നഗരിയെ മറക്കുക. എഴുന്നേൽക്കുക. സ്വർഗീയമായ ഉത്തരദിക്കിലേക്ക് പോവുക. ധൃതരാഷ്ട്രർ വളരെ നേരം മൗനം അവലംബിച്ചു. ജീവിതത്തിൽ ആദ്യമായി യാതൊരു പ്രതിഷേധവും കൂടാതെ വിതുരന്റെ ഉപദേശം അദ്ദേഹം കൈക്കൊണ്ടു. രാത്രിയുടെ 2-ാം യാമം കഴിഞ്ഞിരിക്കുന്നു. ധൃതരാഷ്ട്രർ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് താൻ എന്താണ് തീരുമാനിച്ചതെന്ന് തൻ്റെ രാജ്ഞി ഗാന്ധാരിയോട് പറഞ്ഞു. ഗാന്ധാരി മറുത്തൊരു വാക്കും പറഞ്ഞില്ല. നിശബ്ദം അവൾ അദ്ദേഹത്തിനരികെ വന്നു നിന്നു. ആ വൃദ്ധ ദമ്പതികൾ ആരുമറിയാതെ വിതുരനൊന്നിച്ച് കൊട്ടാരം വിട്ടിറങ്ങി.